പ്രിയപ്പെട്ടവരെ, നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പോൾ സമയം രാത്രി 1:30 കശ്മീരിലാണ് ഇപ്പോൾ നമ്മളുള്ളത്. കശ്മീരിൽ നമ്മൾ റൂമിലാണ്. നമ്മൾ കൂടെ വന്ന ആൾക്കാരൊക്കെ കണ്ടോ ഉറങ്ങണമെങ്കിൽ ഒരു രണ്ടാളോട് ഉറങ്ങുന്നുണ്ട്. എനിക്ക് രാത്രി മാഗി ഞാൻ പൂതി, വേറൊരു മനുഷ്യല്ല, ഞാൻ ഒറ്റക്ക്. മാഗി ഉണ്ടാക്കിയത് പറയുമ്പോൾ എൻ്റെ പഴയ അതായത് ഞങ്ങൾ പഞ്ചാബത്തെ സുഹൃത്തുക്കൾ ചിലപ്പോൾ പൊട്ടിച്ചിരിക്കുന്നുണ്ടാവും. ഇപ്പോൾ സംഭവം വെറുതെ ഒരു തോന്നല്, ഇപ്പോൾ ഒരു വ്ലോഗ് ഇടാം. ജസ്റ്റ് നിങ്ങൾ ആദ്യമായിട്ട് കാണുക, ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യട്ടോ. നമുക്ക് കോമഡി ആയിട്ടുള്ള കുറേ കണ്ടന്റുകളൊക്കെ സെറ്റ് ചെയ്യാണ്ട്. ഇപ്പം നിങ്ങൾ മാഗി കൈയെടുക്കട്ടെ. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നല്ല വിശപ്പുണ്ട്. സത്യം പറയാലോ, വീട് മിസ് ചെയ്യുന്നുണ്ട്. കാരണം ഞാൻ 5-6 കൊല്ലത്തിന് ശേഷമാണ് ഇപ്രാവശ്യത്തെ നോമ്പ് വീട്ടിൽ കൂടുന്നത്. അത് കഴിഞ്ഞ വർഷം ഞാൻ എവിടെയാണോ, കഴിഞ്ഞ വർഷം ഞാനും നമ്മുടെ നാട്ടിലത്തെ സുഹൃത്തുക്കളും, ഏറ്റവും ആത്മാർത്ഥ സുഹൃത്തുക്കൾ, നമ്മൾ 4 ആൾക്കാർ, നേരെ 3 ആൾക്കാർ, ഞങ്ങൾ നേരെ ദുബായിക്ക് പ്ലാൻ ചെയ്തു. നോമ്പാണെന്ന് ശരിക്കും എനിക്കത് ഓർമ്മ ഉണ്ടായില്ല. മാർച്ച് 31 മാർച്ച് 3 ഞങ്ങൾ പ്ലാൻ ചെയ്തുകൊണ്ട് നേരെ ദുബായി പോയി. ദുബായിൽ നമ്മുടെ സുഹൃത്തുണ്ട് ജസീൽ. നേരെ അങ്ങോട്ട് പോയി. അവിടെ ഏകദേശം 28 ദിവസം ദുബായിൽ. അത് കഴിഞ്ഞിട്ട് ഞാൻ ഭക്ഷണം കഴിക്കട്ടോ. അത് കഴിഞ്ഞിട്ട് നേരെ നമ്മൾ ആ സമയത്ത് തന്നെ അവിടുന്ന് നേരെ സൗദിക്ക് പോയി. അപ്പോൾ ടോട്ടൽ സൗദിയിൽ ഏകദേശം ഒരു 10 ദിവസം അവിടെ. അപ്പോൾ ഒക്കെപ്പാട് 48-50 ദിവസത്തിനടുത്ത് ദുബായിലും സൗദിയിലായിട്ട് റാത്തായിട്ട് നോമ്പും കാര്യങ്ങളൊക്കെ സൗദിയിലിട്ടി ഒരു ഉംറയും കാര്യങ്ങൾ ചെയ്തുകൊണ്ട് അൽഹംദുലില്ലാഹ് അങ്ങനെ സെറ്റായി. പിന്നെ ഈ നോമ്പിന് നാട്ടിൽ കൂടിയതാണ്. അതിൻ്റെ മുന്നത്തെ വർഷം 2016 മുതൽ പറഞ്ഞുതരാം. 2018 മുതൽ 2018 പഞ്ചാബ് സെൻട്രൽ യൂണിവേഴ്സിറ്റിയിൽ അവിടെയാണ് ഞാൻ PG ചെയ്തത്, മാസ് കമ്മ്യൂണിക്കേഷൻ ജേർണലിസത്തിൽ. ആ സമയത്ത് അവിടെ നമ്മളുണ്ടല്ലോ നോമ്പിന് സോയാബീനൊക്കെയാണ് വിചാരിച്ചുകൊണ്ട്, ബീഫും ചിക്കനൊക്കെയാണ് വിചാരിച്ച് സോയാബീൻ ഇങ്ങനെ കടിച്ചമർത്തും. അത് സോയാബീനൊക്കെ തിന്നുകൊണ്ട് പഠിച്ചോനെ, അതൊക്കെ ഒരു ഓർമ്മയാണ്. പച്ചക്കറി മാത്രമേ ഉണ്ടാവുള്ളൂ. അത് എല്ലാവർക്കും പറഞ്ഞാൽ മനസ്സിലാവുക അറിയില്ല, അത് അനുഭവിച്ച ആൾക്കാർക്ക് മനസ്സിലാവുള്ളൂ. നോർത്ത് ഇന്ത്യയിൽ ജീവിച്ചിട്ടുണ്ട് ആ സമയത്ത്. നമുക്ക് ഈ ബീഫും ചിക്കനും മട്ടനൊക്കെ ഉണ്ടാവുന്നതുകൊണ്ടേ നമുക്ക് ബുദ്ധിമുട്ടേനു. അതിനുശേഷം കൊറോണ വന്ന്. കൊറോണ സമയത്ത് നേരെ വീട്ടിലല്ല, കൊറോണ കഴിഞ്ഞാണ്ട് വീട്ടിലെത്തി. പക്ഷെ ആ നോമ്പായപ്പോൾ ഞാൻ ട്രാവൽ പോയി. 2020 അവസാനത്തിൽ നേരെ യാത്ര തുടങ്ങി. പെരുന്നാൾ തലേന്നാണ് ഞാൻ പേരിലേക്ക് എത്തുന്നത്. ഞാൻ പോയത് ഹരിയാനയിലൂടെ ഭയങ്കര വിദൂരമായ ഗ്രാമങ്ങളാണ്. അന്ന് നമുക്ക് യൂട്യൂബ് ചാനലൊക്കെ ഉണ്ട്, പക്ഷെ ആ യൂട്യൂബ് ചാനൽ പാളി. ഇതും പാളിക്കണ്. പാളി പറഞ്ഞാൽ എങ്ങനെ അറിയും, വ്യൂസുമില്ല, ലൈക്കുമില്ല. പക്ഷെ അപ്പോൾ തളരാൻ ഉദ്ദേശിക്കില്ല. ഞാൻ എന്തായാലും അടുത്ത വർഷം യൂട്യൂബിൽ നിന്ന് വരുമാനം വാങ്ങാൻ ഉദ്ദേശിക്കുന്നത്. പക്ഷെ അന്ന് ഞാൻ ശുദ്ധ മലയാളം പറഞ്ഞു. സഫാരി ചാനലിലെ പോലെ ഞാനിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് പറഞ്ഞിട്ട് സോളോ വോയേജർ നടത്തി കഴിഞ്ഞാൽ കാണാൻ പറ്റുമായിരിക്കും. പക്ഷേ അതിൽ രസമുള്ള കണ്ടൻറ്റുകൾ ഉണ്ടായിരുന്നു കേട്ടോ. പക്ഷെ ആരും കണ്ടില്ല, ആകെ 3 ആൾക്കാരെ കണ്ടുള്ളൂ. ഒന്ന് ജമ്മി, പിന്നെ ഞാനും, വേറെ ആരും കണ്ടില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, അങ്ങനെ അന്ന് അത് പോയി. പിന്നെ നോമ്പിന് ഒക്കെ അവിടെ ആയി. ഹരിയാന സെൻട്രൽ യൂണിവേഴ്സിറ്റിയിൽ ചെക്കന്മാരപ്പം അങ്ങനെ അങ്ങനെയുണ്ട്. അതിനുശേഷം പിന്നെ ഞാൻ നേരെ ചെയ്തല്ലോ പെരുന്നാൾ തലേന്ന് വീട്ടിലെത്തി. നമ്മൾ ക്വാറൻറ്റൈൻ കാരണം എന്ന് വെച്ചാൽ 10 ദിവസം നമ്മൾ വീടിൻ്റെ അടുത്ത് പള്ളിശ്ശേരി എന്ന സ്ഥലമുണ്ട്. അവിടെ ഞാൻ എത്തിയത് എങ്ങനെയോ അവിടുത്തെ ആശാവർക്കന്മാർ അറിഞ്ഞിരിക്കണം. എൻ്റെ വീട്ടിൽ അഡ്രസ്സൊക്കെ എടുത്ത് വന്നിട്ട് നേരെ ഷഫീഖലി ചോലക്കലാസറിൻ്റെ മാനല്ലേ അവിടെ എത്തിക്കണോ ചോദിച്ചു. എത്തിക്കണല്ലോ. ഞാൻ നേരെ എന്ത് ചെയ്തു, ക്വാറൻറ്റൈൻ കിടക്കാൻ പോയി, വീട്ടിൽ കയറിയില്ല. പെരുന്നാൾ അവിടെ, നോമ്പ് ഹരിയാനയിലും. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ 2021 വീണ്ടും ഒരു ഹ്യൂമൻ വെൽഫെയർ ഫൗണ്ടേഷൻ്റെ ഒരു ഫെലോഷിപ്പ് ഉണ്ടായിരുന്നു ഡൽഹിയിൽ, വിഷൻ 2026. അതിൽ 4 ആൾക്കാരെ സെലക്ട് ചെയ്തു. ഞങ്ങൾ 4 മലയാളീസ് ഉണ്ടായിരുന്നു. 2 മലയാളീസും 3 മലയാളീസും 4 മലയാളീസ്, ബാക്കിയൊക്കെ ഹിന്ദിക്കാരൊക്കെ ആയിരുന്നു. ഒരു ദിവസമായിട്ട് അവിടെ പോയി. നോമ്പ് വീണ്ടും അവിടെ ഡൽഹിയിലായി. പിന്നെ 22
+2 24 ഞാൻ രാജസ്ഥാൻ സെൻട്രൽ യൂണിവേഴ്സിറ്റി രണ്ടാമതൊരു PGക്ക് അപ്ലൈ ചെയ്ത് അവിടെ അത് കിട്ടി. അങ്ങനെ അവിടുത്തെ ചെക്കന്മാർ പോയി നോമ്പ് കാര്യങ്ങളൊക്കെ. പിന്നെ അറിയാമല്ലോ അവിടെ മോഡിൻ്റെ ഡോക്യുമെൻ്ററി ഉണ്ടായിരുന്നു, മോഡിയുടെ ക്വസ്റ്റ്യൻ അത് കണ്ടു എന്ന പേരിൽ ഞാൻ സസ്പെൻഡ് ചെയ്തു. പിന്നെ ഞാൻ അങ്ങോട്ട് പോയില്ല. ഏകദേശം 1.5 കൊല്ലം അവിടെ നോമ്പിൻ്റെ ഫുൾ നോമ്പ്. ഒരു 2022 നോമ്പ് അവിടെ പോയി, 23 കുറച്ച് നോമ്പ് അവിടെ പോയി. പിന്നെ 24 ഞാൻ വീണ്ടും ട്രാവൽ പരിപാടിയൊക്കെ ആയിട്ട് 2024 രാജസ്ഥാനിൽ തന്നെ അങ്ങനെ പോയി. പിന്നെ ഇപ്രാവശ്യത്തെ 2024 ദുബായ് അങ്ങനെ ഞാൻ പറഞ്ഞല്ലോ. പിന്നെ ഇപ്രാവശ്യത്തെ നോമ്പ് നോറ്റ് വീട്ടിലിരുന്നാണ് നല്ല രസമായിട്ട്. ഇപ്പം ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് ശരി 5-6 ദിവസമായി. നല്ല രസമായിട്ട് തടിയൊക്കെ കൂടി ഫുള്ള് ഭക്ഷണം കഴിച്ച് വീട്ടിൽ കിടന്നുറങ്ങുന്നു. അങ്ങനെ ഒരു വൈബിൽ ഇങ്ങനെ പുറമെ നല്ല രസമായിട്ട് ഭക്ഷണം കഴിച്ച് എൻജോയ് ചെയ്ത് പോയിരുന്നു. ഭക്ഷണം കഴിക്കുന്നു, വീട്ടിൽ വന്ന് കിടന്നുറങ്ങുന്നു, അതിൻ്റെ ഇടയ്ക്ക് ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ നേരെ രാത്രി നമ്മൾ നേരെ കരുവാരന്തലോലി കൊണ്ടൂരൊക്കെ പോയിട്ട് നല്ല കുലുക്കി സർബത്ത് അങ്ങനെ കടിച്ചു കഴിഞ്ഞു. ഞാനവിടെ ഇപ്പോൾ ഇരിക്കണു. മാഗി കാണുന്നുണ്ടോ? മാഗി നിന്നുകൊണ്ട് ഇരിക്കണത് ഉണ്ടോ? അതായത് ലൈഫിൽ നമ്മൾ എവിടെയാണ് എപ്പോഴാണ് എത്തിച്ചതെന്ന് പറയാൻ പറ്റില്ല. സത്യം പറയാലോ മക്കളെ, ഇന്നത്തെ നോമ്പൊക്കെ ഉണ്ടല്ലോ, ഇത്രയും ആൾക്കാരെയും കൊണ്ട് കാശ്മീർ വന്ന ആൾക്കാർക്ക് അറിയുണ്ടാവും ഭയങ്കര ക്ഷീണകാരം. അത് നമ്മൾ ഒറ്റയ്ക്ക് ട്രാവൽ വരുമ്പോൾ ഇത് നമ്മൾ ആൾക്കാരെയും കൊണ്ട് യാത്ര ചെയ്യിപ്പിക്കുകയാണ്. നല്ല റിസ്ക്കുള്ള പരിപാടി പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരെയും എല്ലാവരെയും ഇങ്ങനെ സെറാട്ടോൺ കൊണ്ട് ഇങ്ങനെ ഹാപ്പിയായി കൊടുക്കണം. ഹാപ്പിനെസ്സിൻ്റെ ഹോർമോൺ എല്ലാവരും ഇങ്ങനെ ചിരിപ്പിച്ച് നിർത്തണം. അപ്പോൾ വല്ലാത്തൊരു ഇതാണ്. നമ്മളെ സംബന്ധിച്ചോളം അത് എൻജോയ് ചെയ്ത് ചെയ്യുന്നതുകൊണ്ട് നമുക്ക് മാക്സിമം അങ്ങനെ പോകും. അപ്പോൾ ഇന്നൊക്കെ പോയപ്പോണ്ടല്ലോ നല്ല തണുപ്പാണ്, പക്ഷേ ചൂടുകൊണ്ടുള്ള ബുദ്ധിമുട്ടില്ല. പക്ഷെ നമുക്കിങ്ങനെ വായുന്നതിന് വെള്ളം പറ്റും. പിന്നെ ഇവിടുന്ന് ഒരു ഗ്യാസൊക്കെ ഇങ്ങനെ കയറും, ഒരു പുളിവെള്ളം വരുമല്ലോ ഇവിടുന്ന് ഇങ്ങനെ ബുദ്ധിമുട്ടാണ്ട്. അങ്ങനത്തെ ഒക്കെ നോമ്പേന് പഠിച്ചോനെ. വീട്ടിലത്തെ ഫുഡിൻ്റെ ഒക്കെ മിസ് ചെയ്തിട്ട് ഇപ്പം മാഗി നിന്നിട്ടാണ്. ഇന്നലെ ഞാൻ നോമ്പ് തുടങ്ങിയാലോ, അവിടെ കെറ്റിൽ കാണിച്ചൊന്നില്ലേ, ആ കെറ്റിൽ 4 മുട്ട വീങ്ങി. എന്നിട്ട് അതിനാണ് നോമ്പ് തുറന്നത്. നോമ്പ് തുറന്നല്ല, നോമ്പ് രാത്രി നേരത്തെ ഭക്ഷണം കഴിച്ചാണ് നേരെ ഒന്ന് കടന്നു വെള്ളം കുടിച്ചുകൊണ്ട്. ഇന്നത്തെ മാഗി അതിൻ്റെ മുന്നത്തെ ദിവസം ഇന്ന് നോമ്പ് അടച്ചത് എങ്ങനെ അറിയോ, തുറന്നത് എങ്ങനെ അറിയോ, വൈക്കുന്ന വാങ്ങിയ വെള്ളവും അങ്ങനെ ഒരു ഇതാണ്. ഇതൊക്കെ എന്താ അറിയോ, പട്ടിണിയും പായലല്ല ഞാൻ പറയുന്നത്. ഇന്നിപ്പോൾ വാങ്ങാനുള്ള ബുദ്ധിമുട്ടുകളൊന്നും നമുക്കില്ല. അൽഹംദുലില്ലാഹ് റാഹത്തായിട്ടുള്ള സെറ്റ് ചെയ്യാം. പക്ഷെ നമ്മുടെ കയ്യിൽ പൈസ, നമ്മളെ അക്കൗണ്ട് ബാലൻസ് ഒന്നും ഉണ്ടായിട്ട് കാര്യമില്ല. ചില സാഹചര്യങ്ങൾ നമ്മൾ ഇങ്ങനെ കടിച്ചമർത്തിയേ പറ്റൂ. പ്രവാസികളായിട്ടുള്ള ആളുകൾക്ക് ചിലപ്പോൾ പറഞ്ഞാൽ മനസ്സിലാവുന്നുണ്ടാവും അല്ലേ. പക്ഷെ പ്രവാസികൾക്കൊന്നും ഫുഡിന് ബുദ്ധിമുട്ടില്ല. ഞാനീ പറഞ്ഞ പഞ്ചാബിൻ്റെയും രാജസ്ഥാൻ്റെയും ബുദ്ധിമുട്ടുകൾ അവിടെ ഉണ്ടാവില്ല. കാരണം ചിക്കനും ബീഫും മട്ടനൊക്കെ അടിപൊളിയായിട്ട് കിട്ടൂലേ, ഇത് കിട്ടൂല. ഇനി കിട്ടുകയാണെങ്കിൽ തന്നെ ചിക്കനും കിട്ടും, കിട്ടാൻ തന്നെ നമുക്ക് ആ ഒരു ടേസ്റ്റ് ഉണ്ടായി. നമ്മൾ ഉണ്ടാക്കണം. നമ്മളവിടെ പോയി കഴിഞ്ഞാൽ ഉണ്ടാക്കലുണ്ട്. പിന്നെ ഇതൊക്കെ പൂതിക്ക് വാങ്ങി 3 പാക്കറ്റ് മാഗി വാങ്ങിയിരുന്നു. അത് 2 ഇട്ടു. ഇവരുണ്ടാവും കടന്നുറങ്ങി. ഒരു നോമ്പ് നോക്കില്ലാന്ന് പറഞ്ഞു. അപ്പോൾ ഒരു സ്റ്റേജ് വാങ്ങി. പണ്ട് ഞാൻ സ്കൂൾ പഠിക്കുന്ന സമയത്ത് നോമ്പൊക്കെ എടുക്കുന്ന സമയത്ത് ഞാൻ അങ്ങനെ പ്രാകും, എന്തെങ്കിലും മൂല്യം വാങ്ങി കൊടുക്കാത്ത രീതിയാണ്. ഞാൻ നല്ല പെണ്ണുപോലെ ഉറങ്ങുന്നതാണോ അതങ്ങനെ പറയാൻ കാരണം എന്താ അറിയോ, നമ്മൾ നോമ്പെടുത്ത് തുടങ്ങുന്ന ടൈമല്ലേ, അന്ന് ഇഷ്ടം പോലെ അച്ചാർ തൊള്ളൊക്കെ പൂതിയുള്ള സകല സാധനം വാങ്ങി വെക്കും. എന്നിട്ട് വീട്ടിൽ കൊണ്ടുവന്ന് വെക്കും. അച്ചാർ അത് ഇത് എന്നൊക്കെ, അതൊന്നും തിന്നാൻ കഴിയൂല. അപ്പം അങ്ങനെയൊക്കെ ഓരോ കഥകൾ. അപ്പോൾ ഞാൻ ജസ്റ്റ് ഇങ്ങനെ മാഗി നിന്നിട്ട് ബാക്കി പിന്നെ പറയാം. ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടോ. നല്ല രസമായിട്ടുള്ള കുറേ വീഡിയോസ് വരാണ്ട്. വോയേജർ ഇൻ്റർനാഷണലായിട്ട് വേറെ കൺട്രികളിലേക്കൊക്കെ നമ്മൾ ഡെവലപ്പ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട്. ജസ്റ്റ് നിങ്ങളൊന്ന് കണ്ട് സെറ്റ് ചെയ്യും. ഓക്കെ, പിന്നെ അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം. ഓക്കെ.